പേടിപ്പെടുത്തുന്ന രീതിയിൽ പാമ്പിനെ എവിടെ കണ്ടാലും സർപ്പ ആപ്പ് വഴി ബന്ധപ്പെട്ടാൽ റെസ്ക്യൂ സംഘം ഉടനെത്തും. പാമ്പിനെ പിടികൂടാൻ മാത്രമല്ല അവയുടെ ഇനം തിരിച്ചറിയാനും ഈ ആപ്പിലൂടെ സാധിക്കും. കടിയേറ്റാൽ ചികിത്സ തേടാവുന്ന ആശുപത്രികളുടെ വിവരങ്ങളും ഇതിലുണ്ട്. പാമ്പുകടി ഏൽക്കാനുള്ള സാഹചര്യം കുറയ്ക്കാനും കടിയേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകാനും സർപ്പ ആപ്പ് വഴിയൊരുക്കുകയാണ്. റിപ്പോർട്ട്. നാട്ടിൽ കണ്ടെത്തുന്ന വിഷപ്പാമ്പുകളെ രക്ഷപ്പെടുത്തി വനത്തിൽ വിടാനും പാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടാനും 2020 വനംവകുപ്പ് സർപ്പ അഥവാ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. ലൈസൻസ് ഉള്ള 2400 പേരാണ് സംസ്ഥാനത്ത് ഈ പദ്ധതിക്ക് കീഴിൽ പാമ്പുകളെ പിടികൂടി വനത്തിലേക്ക് വിടുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ച എല്ലാവർക്കും 2800 രൂപ വില വരുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന റെസ്ക്യൂ കിറ്റ് വനംവകുപ്പ് സൌജന്യമായി നൽകിയിട്ടുണ്ട്. പാമ്പുകളുടെ സംരക്ഷണത്തിനും മനുഷ്യജീവന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ 2020 ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് സർപ്പ എന്ന് പറയുന്നത്. അതായത് പാമ്പുകൾ മൂലം ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാവാറുണ്ട്. ജനങ്ങൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചിട്ട് തല്ലിക്കൊല്ലാറുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും ഒഴിവാക്കുന്നതിന് വേണ്ടി പാമ്പുകളുടെയും ജനങ്ങളുടെയും ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വളരെ പ്രൊഫഷണലായി പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന വെൽ കോർഡിനേറ്റഡ് ആയിട്ട് റെസ്ക്യൂ ചെയ്യുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർപ്പ ആപ്പ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ സർപ്പ ആപ്പ് വഴി 35,874 പാമ്പുകളെയാണ് വിവിധ ജില്ലകളിൽ കണ്ടെത്തിയത്. ഇതിൽ രാജവെമ്പാല, അണലി, മലമ്പാമ്പ്, മൂർഖൻ തുടങ്ങിയ വിവിധ ഇനം പാമ്പുകൾ ഉൾപ്പെടുന്നു. ഇതിൽ 34,559 എണ്ണത്തെ രക്ഷിച്ച് വനത്തിലേക്ക് വിട്ടു. പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 40,000-നോടടുത്ത് പാമ്പുകളെ നമ്മൾ സർപ്പ ആപ്പ് മുഖേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനോളം തന്നെ പാമ്പ് കടി ഉണ്ടാകുന്ന സംഭവങ്ങളും അതുപോലെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തെറ്റായ ചികിത്സാ രീതിയിലേക്ക് പോയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ വളരെയധികം കുറച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ലോകത്ത് ഏകദേശം 2 ലക്ഷത്തോളം പാമ്പുകടി മരണങ്ങൾ ഉണ്ടാകുന്നതിൽ 4-1 ഇന്ത്യയിലാണ് എന്നാണ് കണക്ക്. ഏകദേശം 50,000 മുതൽ 60,000 പേര് വരെ ഓരോ വർഷവും പാമ്പുകടിയേറ്റ് മരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഒരു നമ്മൾ രാജ്യത്തെ മൊത്തത്തിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 100-ന് മേളിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഓരോ വർഷവും ഉണ്ടായിരുന്നതിൽ നിന്ന് അത് 50-ലോ 40-ലോ ഒക്കെ താഴെയായി എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ പ്രവൃത്തിയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത്. പാമ്പിനെ കണ്ടാൽ അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനത്തിന് പുറമെ പാമ്പുകടിയേറ്റാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇനം തിരിച്ചറിയൽ, ഏറ്റവും അടുത്തുള്ള പരിശീലകന്റെ ഫോൺ നമ്പർ, കടിയേറ്റാൽ എത്തിക്കാവുന്ന ആശുപത്രികളുടെ വിവരങ്ങൾ എന്നിവയും ആപ്പിൽ ലഭ്യമാണ്. പാമ്പുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വ്യാജ ചികിത്സകൾ ഒഴിവാക്കാനും ആപ്പിലൂടെ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ആപ്പിന്റെ മാതൃക പിന്തുടർന്ന് ഒഡീഷയും അസമും തമിഴ്നാടും സർപ്പ ആപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.